എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കേരള പ്രണാമം എഡിറ്റോറിയൽ ദേവസ്വം ബോർഡിന് വൈകി ഉദിച്ച ഡിജിറ്റൽ ബോധത്തെക്കുറിച്ചാണ്. ഏതു കാര്യത്തിലും കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നിരിക്കെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കത്തിനിൽക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡ് ശബരിമല ക്ഷേത്രത്തിലേക്ക് ലഭിക്കുന്ന വിലപിടിപ്പുള്ള എല്ലാ സ്വത്തുക്കളും ഡിജിറ്റൽ രേഖകളാക്കി സൂക്ഷിക്കാൻ തയ്യാറെടുക്കുന്നതായി വാർത്തകൾ വന്നത്. ഏതായാലും വൈകി വന്ന ബുദ്ധി നന്നായി. ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന സ്വർണം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന രീതിയാണ് പൊതുവെ നിലനിൽക്കുന്നത്. രജിസ്റ്ററിൽ നോക്കിയാൽ സ്ട്രോങ് റൂമിൽ എന്തെല്ലാം ഉണ്ടെന്നറിയാമെങ്കിലും അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എല്ലാം വിശദമായി പരിശോധിക്കേണ്ടി വരും. ശബരിമലയിലും കാണിക്കയായും അല്ലാതെയും ലഭിക്കുന്ന അമൂല്യ വസ്തുക്കളെ ഇത്തരത്തിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. കൃത്യമായ ഇടവേളകളിൽ ഇവ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും കഴിഞ്ഞ 30 വർഷത്തിലേറെയായി ദേവസ്വം ബോർഡ് ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല. ഇക്കാര്യം കൊണ്ട് തന്നെ കാണിക്കയായി ലഭിച്ച വസ്തുക്കൾ സ്ട്രോങ് റൂമിലെല്ലാം അതേപടി ഉണ്ടെന്നത് സംബന്ധിച്ച് ഉറപ്പു പറയാൻ ആർക്കും കഴിയില്ലെന്നതാണ് നിലവിലെ അവസ്ഥ. ദാരുശില്പ പീഠങ്ങൾ നഷ്ടപ്പെട്ട കാര്യം 6 വർഷം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം വന്നപ്പോഴാണ് ബോർഡിന് തന്നെ പിടികിട്ടിയത്. കോടതി ഇടപെടലോടെ നിലവിലുള്ള സാധനങ്ങളുടെ ഓഡിറ്റിംഗ് നടത്താനും ഇനി ലഭിക്കുന്നവ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ എടുത്ത് ഡിജിറ്റൽ രേഖകളായി സൂക്ഷിക്കാനുമാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനം ദേവസ്വം ബോർഡ് ഇനിയും വൈകിക്കരുത്. രേഖകൾ ഡിജിറ്റലാക്കുന്നതുൾപ്പെടെ ആധുനിക കാലത്തെ എല്ലാ സുരക്ഷാ മാർഗങ്ങളും നടപ്പാക്കാൻ ബോർഡ് തയ്യാറാകണം. കേരള പ്രണാമം. ചിന്താശകലങ്ങൾ.